കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടല്ല, ഇന്ന് റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് എനിക്ക് ലീവാട്ടോ. അപ്പോൾ ഇന്ന് കടയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തം കാട് വെട്ടി പറിക്കണമെങ്കിൽ ഒരാളെ വിളിക്കാമെന്ന് വിചാരിച്ചു, എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പറ്റും പോലെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ മോളത്തെ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കത്തി വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പറമ്പ് പറ്റും പോലെ കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്നൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ എണീച്ചത്, എന്നെക്കൊണ്ട് ഒന്നും ആവുന്നില്ല. അമ്മുവാണ് എല്ലാം ചെയ്ത് തന്നത്. ഇന്ന് രാവിലത്തെ ചായയും ഇതൊക്കെ ഉണ്ടാക്കിയ അമ്മുവാണ്. എനിക്കെന്തോ ഭയങ്കര ക്ഷീണം. ഒരു സൈഡ് മൊത്തം മരപ്പാ. എന്നാലും വേണ്ട, നമുക്ക് നോക്കാമല്ലേ. നമ്മുടെ പുറകുവശം നോക്കട്ടെ, കാണിച്ചു തരാം. നിറച്ച് കാടാ. ഇതുണ്ട്, ഇവിടെ നിറച്ച് കാടാണ്. ഇവളെയും കൊണ്ട് ഒരു ശൈലിയില്ല കേട്ടോ. ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല. അവൾക്ക് എന്തോ വയ്യായികയാണ്. വയറ് കണ്ടോളെ ഇരിക്കുന്നത്. അവൾക്ക് ഭയങ്കര തുമ്മലും ഒഴിച്ചിലൊക്കെയാണ്. മരുന്ന് വാങ്ങി, പക്ഷേ ഒരു ഇതില്ല. ഇനി ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. കാലിൻ്റെ ചുവട്ടൊന്നും ഇത് മാറിയേ ഇല്ല. അപ്പം ഞാൻ നോക്കി നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്യില്ലെങ്കിൽ ഞാൻ അമ്മൂനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അമ്മു അവിടുന്ന് കണ്ണ് മേയ്ക്കുന്നുണ്ട്. അത് എവിടുന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല. എവിടുന്നാ പറിച്ചാലും ഇവിടെയൊക്കെ പാമ്പുണ്ട് ഇപ്പോൾ. അമ്മ അയ്യപ്പ, ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വണ്ടി മറിയും, കടപ്പാവും. പറയാൻ പറ്റില്ല. നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് എങ്ങനെ ലീവ് കിട്ടുമ്പോഴല്ലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും ഭാഗം വൃത്തിയാക്കിയേ. അമ്മു കുറേ വൃത്തിയാക്കിട്ടോ. അമ്മുവിന് വീഡിയോയുടെ ഇടയിൽ വരാൻ അമ്മുവിന് ചില സമയത്ത് ഭയങ്കര മടിയാണ്. അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇനി ഇവിടെ ഇത്രയും ഭാഗമുണ്ട്. പിന്നെ നമുക്ക് താഴ്ഭാഗമുണ്ട്. അവിടെ ടാങ്കിൻ്റെ ആ മുൻഭാഗവും കൂടെ ഉണ്ട്. ആ മുൻഭാഗം കൂടെ ഉണ്ട്. ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെയിലായതുകൊണ്ട് വേഗം വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര ചൊറിച്ചിൽ, ഇതിൻ്റെയൊക്കെ പൊടി തട്ടിയിട്ട് ഭയങ്കര ചൊറിച്ചിൽ. ഇതിപ്പോൾ ഒരു ആളെ വിളിച്ചാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും 10-600 രൂപ കൊടുക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് പറ്റും പോലെ ചെയ്യുകയാണെങ്കിൽ, വയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വയ്യായികയല്ലേ. അപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് വയ്യാണ്ടായാലും നമുക്ക് കിടക്കാമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മു സഹായിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ആകുമ്പോൾ അധികം ബുദ്ധിമുട്ട് വരില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പറ്റുന്നത്രേ. ബാക്കി എല്ലാം ഇന്ന് ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇനി ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പൈപ്പിൽ വെള്ളമുണ്ട്. ഇവിടെ നിന്ന് അലക്കിയില്ലെങ്കിൽ പുഴയിൽ പോവുകയാണെങ്കിൽ അത് സുഖമല്ല. ഇതുവരെ ഞങ്ങൾ പുഴയിൽ പോയിരുന്നു. അപ്പം ഞങ്ങൾ പുഴയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പുഴയിൽ പോയി അലക്കി കുളിച്ച് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗമായിട്ടില്ല. മുള്ളു കുത്തി, തൊട്ടാവാടീൻ്റെ മുള്ളു കുത്തി മക്കളെ. നിറച്ച് തൊട്ടാവാടിയുടെ മുള്ളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുപോയി വാരി കളയും അറിയിച്ചു. തൽക്കാലം നമുക്ക് വെട്ടി ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. നിറച്ച് പാമ്പിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇതുണ്ടോ പാമ്പ് പടം പൊഴിച്ചിട്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് പാമ്പ് പടം പൊഴിച്ചിട്ടൊക്കെ. അപ്പം ഇങ്ങനെ കാടും കൂടി ആകുമ്പോഴേ പാമ്പ് വന്ന് കൂടിയാൽ അറിയില്ലല്ലോ. അതാണ് പിന്നെ ഞാൻ വയ്യായിക ഒന്നും നോക്കാതെ ഇതൊന്ന് വെട്ടാൻ നിന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതില്ലാന്നറിയില്ല പാമ്പ് നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് അതിനെ കൊല്ലുകയാണ്. അപ്പം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ സ്കൂൾ വിട്ട് വന്നപ്പോൾ അകത്തുണ്ടായിരുന്നു പാമ്പ്. എന്നിട്ട് മോളിലെ ചേട്ടൻ വന്ന് അതിനെ കൊന്നതാണ്. ഞാൻ വിചാരിച്ച് വയ്യെങ്കിലും വേണ്ടിയില്ലത് വൃത്തിയാക്കിയേക്കാം. ഇത്രയും കാടായത് നമ്മൾ വരുമ്പോഴേ ഈ കാടിങ്ങനെ ഉണ്ട്. ഇവിടെ വരുമ്പോഴേ പിന്നെ അതൊന്ന് വെട്ടിപ്പറിക്കാനൊന്നും ഉള്ളൊരു
അപ്പം മഴക്കാലമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നും ഈ പോക്കുകാരൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം പിന്നെ വേനലായതുകൊണ്ട് കുറേ പുല്ലിന് ഉണക്കം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇത് പറിക്കാൻ കിട്ടും. അയ്യോ, എത്ര ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ 2 കപ്പേൻ്റെ നൂല് പോലത്തെ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു മുഴ. അമ്മ നോക്കിയപ്പോൾ ഇതാ അമ്മ പറിച്ചതാണേ. പറിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 കിഴങ്ങ് കപ്പ കിട്ടി. അയ്യോ, ആദ്യമായിട്ടാട്ടോ ഇവിടെ ഇങ്ങനെ കപ്പ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചതാ ഈ തണ്ടാട്ടോ, കണ്ടോ, ഈ 2 തണ്ടിന്ന് കിട്ടിയ കപ്പയാട്ടോ ഞങ്ങൾക്കിത്. ഇത് ഞങ്ങൾക്ക് പുഴുങ്ങാനായിരിക്കും അമ്മൂനും. അപ്പം ഞാനിതാ ഇവിടെ വേറെ ഒരെണ്ണവും കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് പറിച്ച് വെക്കാതെ അതിനകത്ത് ഒരു കിഴങ്ങ് കാണുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇതിനൊക്കെ അതിനകത്തുള്ള കിഴങ്ങിൻ്റെ വരുമ്പോൾ എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് വൈകുന്നേരത്തെ ചായക്ക് കടിക്കുള്ള കപ്പ ഉണ്ട്. അതാ 3 കിഴങ്ങ്, അത് മതി. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാനുള്ള കപ്പയായേ ഇവിടുന്ന് കിട്ടിയതാട്ടോ. ഇവിടെ ഇനി വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. എൻ്റെ പടം ഞാൻ നേരത്തെ വീഡിയോയിലിട്ടല്ലേ. എന്നാൽ ഇതിലേ നടന്നിട്ട് നോക്കാം. കല്ലൊക്കെ ഇവിടെ ഇളക്കി കണ്ട് ഇവിടെ മൊത്തം അത് കേട്ടു കണ്ടോ. ഇത്രയും കാടുണ്ട് കേട്ടോ. അവിടെ അത്രയും ഭാഗം നന്നാക്കി എല്ലാം കൂടി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതിന് ഇവിടെ ഇട്ട് ഉണങ്ങി കഴിയുമ്പോൾ കത്തിക്കുക, അല്ലെങ്കിൽ താഴെ തെങ്ങിൻ ചോട്ടിലേക്ക് വാരി കൊണ്ട് ഇടുകയോ ചെയ്യണം. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് ടാങ്കിൻ്റെ അവിടെ നന്നാക്കാനുണ്ട്. തൽക്കാലം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ടാങ്കിൻ്റെ അവിടെ നന്നാക്കാനുണ്ട്. ഇവിടെ സൈഡ് ഭാഗം പിന്നെ മിച്ചടിച്ച് വരുമ്പോൾ ചീരേൻ്റെ ഒക്കെ വെട്ടി കൊടുക്കട്ടെ. എന്നാലേ ഇത് കൂട്ട് വരും. ഈ കമ്പൊക്കെ നട്ട് കൊടുത്താൽ ഇവിടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരും. പക്ഷേ കുത്തിയിട്ട് ഇപ്പോൾ വേനലല്ലേ, അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കാൻ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നനച്ചു കൊടുക്കൽ നടക്കില്ല. അതുകൊണ്ട് ഞാനതവിടെ കുത്തിയില്ല. ഞാനിവിടെ പയർ നട്ടിരുന്നേ, അത് മൊത്തം നാശമായി പോയിട്ടോ. അത് വേറെ. ഇത് മതിയാണ്.